നമ്മൾ ഉണ്ടാക്കാൻ പോണതേ ഉച്ചയ്ക്കുള്ളൊരു സ്പെഷ്യലാണ്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു തക്കാളി ചട്നി. അപ്പോൾ ചട്ടിയിൽ തക്കാളിനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കീറിയിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിരിക്കണം കേട്ടോ. അതിനൊപ്പം ഒരു 2-3 പീസ് വെളുത്തുള്ളി കേട്ടോ. അപ്പം ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. 2 പുറമൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ, ബാക്ക് ഭാഗം മുൻഭാഗം. തക്കാളിൻ്റെ മേലുള്ള തൊലി ഒന്നൊരു മാറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് തേച്ചിട്ട് മാറ്റിയിട്ട് കേട്ടോ. തൊലി ഇങ്ങനെ കടിക്കും, അതുകൊണ്ടാണ് ഇതിന് നല്ലോണം ഒന്ന് കുത്തി ഒന്ന് പേസ്റ്റാക്കി എടുക്കട്ടെ കേട്ടോ. ഞാൻ ഉള്ളീനെ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ. ഉള്ളി അധികം മൂത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ മുളക്, കാന്താരി മുളകിനെ എടുത്തിട്ടുള്ളത്. നല്ല എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പച്ചമുളകായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ അതാ നമ്മളെ സാധാ ഉള്ളി, വലിയ ഉള്ളി കേട്ടോ. ഇത് എല്ലാം കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. പിന്നെ നമ്മളിതിക്ക് ഉപ്പ് ആക്കി കൊടുത്തിട്ടില്ല, പാകത്തിന് കുറച്ച് ഉപ്പ്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. ഈ ഉള്ളിനെ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. നല്ല ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം മിക്സായി വരുള്ളൂ. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ. നമ്മൾ ചട്ടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിരുന്നാണ്. ആ നേരം ഞാൻ ചോറൊക്കെ പോയെടുത്തോടുന്നുണ്ട് കേട്ടോ. തിളമീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ, ഉണക്കത്തള. അപ്പോൾ ഈ തക്കാളി നമ്മൾ അടുപ്പിലിട്ട് ചുട്ടാലും നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ അടുപ്പത്തെ കാണൽ പോയിട്ടുണ്ട്, രാവിലെ ചോറ് വെച്ചതല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ തക്കാളി ചട്നി കേട്ടോ. കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. ചമ്മന്തി ചട്നി. നമ്മളെ ചോറ് വേണമെങ്കിൽ ഈ ചട്ടിയിലിട്ടിട്ട് തന്നെ നമുക്കിത് തിന്നാം. പിന്നെ വേറെ ഒന്നും നോക്കാമല്ല കേട്ടോ. ഞാൻ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞാൻ ഒരു വട്ടം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഉണ്ടാക്കണത്. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ.